മിശിഹായിൽ സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുകയാണ്. അതിനായി പ്രാർത്ഥിക്കുന്നു. സഭയുടെ വളരെ അടിസ്ഥാനപരമായ ഒരു ദൈവശാസ്ത്ര ചിന്തയാണ് മരണാനന്തര ജീവിതം. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രതിപാദിക്കുന്നത്. ഈ സുവിശേഷത്തിൻ്റെ ആന്തരികാർത്ഥത്തിലേക്ക് കടക്കുവാനും അതിൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. മരണാനന്തര ജീവിതത്തിലേക്ക് ഉള്ള ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ മരണവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അതായത്, എൻ്റെയൊക്കെ ബാല്യകാലത്ത് സെമിത്തേരിയിൽ പോകാൻ ഭയങ്കര ഭയമായിരുന്നു. കാരണം അവിടെ മൊത്തം പ്രേതങ്ങൾ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. അതുപോലെ തന്നെ സെമിത്തേരിയുടെ മൂലയോട് ചേർന്ന് ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. അന്ന് ഒരു കിണർ പോലെ, ഒരു പൊട്ടക്കിണർ പോലെയുള്ള ഒരു കുഴി. ആ കുഴിക്കകത്താണ് അസ്ഥികൾ കിട്ടുന്നതൊക്കെ നിക്ഷേപിച്ചിരുന്നത്. അതിനേക്ക് നോക്കാനും ഭയമായിരുന്നു. ഒരു പ്രാവശ്യം നോക്കി കുറേയധികം തലയോട്ടികളും കൈകാലുകളുടെ അസ്ഥികളെ കിടക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ഹിന്ദു തറവാടുണ്ടായിരുന്നു. അവിടെ ഒരാൾ മരിച്ചപ്പോൾ അവരെ മൃതദേഹം ദഹിപ്പിക്കുകയാണുണ്ടായത്. അതിനുവേണ്ടി മാവ് വെട്ടുന്നതും കത്തിക്കാൻ ചിതയൊരുക്കുന്നതൊക്കെ കണ്ടു. പക്ഷേ അന്ന് വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു, പിള്ളേർ ഇവിടെ നിൽക്കണ്ട, വേറെ വീട്ടിലേക്ക് പൊക്കോളൂ. അകലെയുള്ള ഞങ്ങളുടെ ബന്ധു വീട്ടിലേക്ക് ഞങ്ങൾ പോയി. അങ്ങനെ പോകാനുള്ള കാരണം കുട്ടികൾക്ക് അത് കണ്ട് ഭയമുണ്ടാകേണ്ട, മാത്രമല്ല 2-3 ദിവസം ഭയങ്കര ദുർഗന്ധമായിരിക്കും, തലയോട്ടി പൊട്ടിത്തെറിക്കും, ഇങ്ങനെയുള്ള ചില പേടികളും അന്ന് കുട്ടികൾക്കുണ്ടായിരുന്നു. ഏതായാലും വൈദികനായതിനു ശേഷം സെമിത്തേരിയുടെ നോട്ടക്കാരനൊക്കെ വൈദികർ തന്നെയാണല്ലോ. അതിൻ്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക. എന്തൊക്കെയാണ് സെമിത്തേരിയായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് ചിന്തിക്കാനുള്ള കാരണങ്ങൾ? ഒന്ന്, നമ്മുടെ ദൃശ്യ സിനിമയിൽ കാണുന്നത് പോലെ ആരെങ്കിലും വന്ന് മൃതദേഹത്തിൻ്റെ തലയോട്ടിയോ അല്ലെങ്കിൽ കൈകാലുകളൊക്കെ എടുത്തുകൊണ്ട് പോകാതെ നമ്മൾ സെമിത്തേരി അടച്ചുപൂട്ടി സൂക്ഷിക്കണം. ആരെങ്കിലും കൊന്ന് കല്ലറ പൊക്കി അതിനകത്തുകൊണ്ട് ഇടാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ കാമുകന്മാർ പല സമയത്ത് അതിനകത്ത് കയറി നിൽക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ പെൺകുട്ടികൾക്ക് പലപ്പോഴും സെമിത്തേരി പോകാൻ മുട്ടുകൂട്ടിയിടിക്കുമെങ്കിലും കാമുകനുണ്ടെങ്കിൽ അവരൊന്നിച്ചകത്ത് കയറും. ആരെങ്കിലും കാണുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് അഭിനയിക്കുകയും ചെയ്യും. അതുപോലെ രാത്രിയിൽ കള്ളു പിടിച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് സെമിത്തേരിയിൽ കയറുന്ന വീരന്മാരുണ്ട്. പിന്നെ പട്ടി കയറി അതിനകത്ത് കിടക്കാതെ നോക്കണം. ഇങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് സെമിത്തേരിയായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അതിൽ മൃതദേഹം ദഹിപ്പിക്കുന്നതായിട്ടാണ് കണ്ടത്. വാസ്തവത്തിൽ മൃതദേഹം ദഹിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം. കാരണം ഞാനീ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ അപരാധികൾ ശരീരത്തോടുകൂടി എങ്ങനെയാണ് ഉയർക്കുന്നത് എന്നൊക്കെ ചിന്ത മനുഷ്യനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ മൃതദേഹം ദഹിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോഴത് നമ്മുടെ സഭകളിലൊക്കെ ആയി വരുന്നുണ്ട്. അതിന് നല്ലൊരു ദൈവശാസ്ത്ര ബേസിസ് നമുക്ക് കൊടുക്കാനും പറ്റും. അതായത് അഗ്നിനാളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. അപ്പോൾ അതിനെ നമുക്കങ്ങനെ കണക്കാക്കാം. പരിശുദ്ധാത്മാവായി ഉയർന്ന മനുഷ്യൻ്റെ ആത്മാവ് മുകളിലേക്ക് പോയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ ധൂമപടലങ്ങളും അതുപോലെ തന്നെ നമ്മുടെ പരിഹാരത്തിൻ്റെ ഒരു അടയാളമാണ്. പിന്നെ അവശേഷിക്കുന്ന ഭസ്മം മണ്ണിൻ്റെ ഭാഗമാകുന്നു. ഭസ്മം പൂശുക എന്ന് പറയുന്നത് പശ്ചാത്താപത്തിൻ്റെ, മനുഷ്യ നീ മണ്ണാകുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമായി നമുക്ക് കണക്കാക്കാം. ഏതായാലും കാലങ്ങൾ മാറി വരുമ്പോൾ സഭയിലെ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾക്കും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്രയൊക്കെ ചിന്തകൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉത്ഥാനം എന്ന ആ ചിന്തയിലേക്ക് കടന്നു പോകുന്നത്. യേശു ഉത്ഥാനം ചെയ്തു. അതുകൊണ്ട് നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും
നമുക്കും ഒരു പുതിയ ഒരു ജീവിതമുണ്ട് എന്ന് സഭ ഉറപ്പായി പഠിപ്പിക്കുന്നു. സഭയുടെ അടിസ്ഥാന ബോധ്യങ്ങളിൽ, അടിസ്ഥാന പഠനങ്ങളിൽ ഒന്നാണ് മരണാനന്തര ജീവിതം. യേശു ഉത്ഥാനം ചെയ്തതുപോലെ നമ്മളും ഉത്ഥാനം ചെയ്യും എന്നുള്ളത്. യേശു ഉത്ഥാനം ചെയ്തു എന്നതിന് തെളിവ് എന്താണ്? യേശു 11 പ്രാവശ്യം ശിഷ്യന്മാർക്കും മഗ്ദല മറിയത്തിനും കൂടി പ്രത്യക്ഷപ്പെട്ടു. പൗലോസ്ലീഹായ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് സഭ ഭൂമിയിൽ ഉദയം കൊണ്ടിട്ടുള്ളത്. യാതൊരു കലർപ്പുമില്ലാതെ, യാതൊരു വെള്ളവും ചേർക്കാതെ, യാതൊരു മായവും കലർത്താതെ എല്ലാ ക്രൈസ്തവ സഭാ വിശ്വാസികളും ഒന്നുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ ഉയർപ്പാണ്, നമ്മുടെ മരണാനന്തര ജീവിതമാണ്. ഇന്ന് നമ്മൾ അധികം ആ ഒരു ചിന്തയിലല്ല ജീവിക്കുന്നത്. കൂടുതലും കുറ്റവും ശിക്ഷയും, കുറ്റവും പിന്നെ മാനസാന്തരം, പശ്ചാത്താപം, അങ്ങനെയുള്ള ചില ചിന്തകളാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൽ മനുഷ്യരുടെ ഇടയിൽ കൂടുതലായി പ്രചാരത്തിലുള്ളത്. എന്നാൽ നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനത്തിൻ്റെയും ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും മാത്രമല്ല, അത് ഉത്ഥാനത്തിൻ്റെയും കൂടി ആഘോഷമാണ്. നമ്മുടെ പ്രാർത്ഥനയിലുടനീളം നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. സഭ അത് ശക്തമായി പഠിപ്പിക്കുകയും വിശുദ്ധ കുർബാനയിൽ അത് ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉത്ഥാന ഗീതം പാടി വിരി തുറക്കുന്ന മനോഹരമായ കർമ്മം, മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കണ്ടോ, അവിടെ യേശുവിൻ്റെ ഉത്ഥാനവും നമ്മുടെ ഉത്ഥാനവും എല്ലാം വളരെ വ്യക്തമായി പാടി നമ്മൾ ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഓശാനയുടെ ഗീതം എന്ന് പറയുന്നത് ജെറുസലേമിൽ നടന്ന ഓശാനയുടെ ആ ഗീതത്തിൻ്റെ അനുസ്മരണമല്ല, മറിച്ച് സ്വർഗത്തിൽ നടക്കുന്ന ആ മാലാഖമാരുടെ സ്തുതിഗീതത്തിൻ്റെ അനുസ്മരണമാണ് എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ഒന്നായുച്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് സഭ ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വലിയൊരു പാർട്ടി സമ്മേളനം പോലെ ആയിപ്പോകുന്നു. ഈ ഉത്ഥാനത്തിൻ്റെ ഒരു മനോഹാരിത അവിടെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. പലപ്പോഴും ഹൈറേഞ്ചിലും അതുപോലെ തന്നെ മലബാറിലെ മലയോര മേഖലകളിലും ഒരു പന്തംകൊളുത്തി പ്രകടനമോ അല്ലെങ്കിൽ ഒരു സമര കോലാഹലമോ കുറേ മുദ്രാക്കം വിളികളോ ഒക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കുർബാനയിലേക്ക് വരുന്നത്. ചിലപ്പോൾ അതിനുശേഷം കുർബാനയ്ക്ക് ശേഷം ചിലപ്പോൾ എങ്ങനെ ഉണ്ടാവും. അപ്പോൾ വലിയൊരു ബഹളമയമായ ഒരു സമ്മേളനം പോലെയാണ് കുർബാന. പിന്നെ കുർബാനയുടെ ഫോക്കസ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരുപാട് ഘടകങ്ങൾ, ആ ഒരാഴ്ചയിലെ പള്ളിയിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവം പോലെ ആയി പോകുന്നു. അതിൻ്റെ ആധ്യാത്മികതയും അതിൻ്റെ ചൈതന്യവും നഷ്ടപ്പെടാതെ നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ ശരിയായ രീതിയിൽ ഒരു പുതിയ ഒരു ക്രൈസ്തവ ബോധ്യം, ജീവിത ദർശനം നമ്മുടെ ഉത്ഥാനത്തെക്കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യാശയിൽ നിറഞ്ഞ് ജീവിക്കുവാനും ഈ ലോക ജീവിതം കഴിഞ്ഞ് ഈ ലോക ജീവിതത്തിൻ്റെ തുടർച്ചയായി നമുക്കും ഒരു മനോഹരമായ ജീവിതമുണ്ട് എന്ന ബോധ്യത്തിലും ജീവിക്കാൻ ശ്രമിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.